സർ ഓക്കെ അല്ലേ? Yeah, I'm okay. അത് പാവം സിഹി പേടിച്ചു പോയോ? സിഹി 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 എടാ എന്താ ഇതാരാ ചെയ്തേ? എടാ അതൊക്കെ വിട്. ഇപ്പൊ ആദ്യം സിഹി ഇവിടെ നോക്കി. എടാ എന്താണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ കാര്യം പറ. സിഹി സിഹി അവളെ കിട്ടിയോ? എവിടെയില്ല. സിഹി മോളെ സീതമ്മ ചേച്ചി വീട് എത്ര വലുതല്ലേ? അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇന്റീരിയറും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ചേച്ചി, നമ്മുടെ റാം അശോകിന് എത്ര വലിയ വീടാ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? ആ ചേച്ചി, ഇവിടെ എല്ലാം നമ്മുടെ ഫോട്ടോ ആണല്ലോ. അശോകിന്റെയും അഞ്ജലിയുടെയും ഒന്നും ഫോട്ടോ ഇല്ലല്ലോ. നമ്മളൊരു 4 വർഷം മുമ്പ് സത്യനാരായണ പൂജ നടത്തിയില്ലായിരുന്നോ? അന്ന് നമ്മൾ എല്ലാരും ഒരുമിച്ച് ഫോട്ടോ എടുത്തിരുന്നില്ലേ? അത് ഞാനിങ്ങി കൊണ്ടുവരട്ടെ. സാധന, എപ്പോഴെങ്കിലും നിനക്കോ നിന്റെ ഭർത്താവിനോ ഇത്രയും വലിയ വീട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല ചേച്ചി. അതിരിക്കട്ടെ, ഇപ്പോഴുള്ള വീട്ടിന്ന് നിനക്കോ നിന്റെ ഭർത്താവിനോ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരമുണ്ടോ?
അല്ല, ആ അശോക് ആരാ? നമ്മുടെ വീടുമായിട്ടുള്ള അവന്റെ ബന്ധം എന്താ? എവിടെയോ അനാഥനായിട്ട് കഴിഞ്ഞവനെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പഠിപ്പിച്ച് നമ്മുടെ കമ്പനിയിൽ ജോലിയും കൊടുത്തു. ഇതൊക്കെ നല്ലതാ, അല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ വീട്ടിലെ സ്വത്തൊക്കെ അവന് ദാനമായിട്ട് കൊടുക്കുന്നതോ, അത് കണ്ട് നീ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നു. എന്താ കഥ? ചേച്ചി, നീ നിന്നോട് തന്നെ ചോദിക്ക സാധന. നീ ഈ വീട്ടിലെ ആരാ? എല്ലാവർക്കും വച്ച് വിളമ്പി കൊടുക്കാനുള്ളവളാ? നാളെ രാമന്റെയും കല്യാണം കഴിയും. അവനൊരു ഭാര്യ വരും, അതുപോലെ മക്കളുണ്ടാകും. കുറച്ച് വർഷങ്ങളും കൂടി കഴിഞ്ഞാലും നിന്റെ സ്ഥാനം ഇത് തന്നെ, അങ്ങ് അടുക്കളയിൽ. പക്ഷേ റാം ഇതുവരെ നമ്മളെ അങ്ങനൊന്നും കണ്ടിട്ടില്ലല്ലോ. രാമ നമ്മളെ നന്നായി തന്നെ നോക്കും. പക്ഷേ അവന്റെ ഭാവി ഭാര്യ, അവളുടെ സ്വഭാവം എന്താകും എന്ന് ഇപ്പൊ പോലും നിനക്ക് ഈ വീട്ടിൽ കിട്ടേണ്ട വില കിട്ടുന്നില്ല. ഇനി അവള് വന്നു കഴിഞ്ഞാ ചേച്ചി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. ചേച്ചി പറയുന്നത് ഒരു വിധത്തിൽ ശരിയാന്ന് തോന്നുന്നു. അല്ലേ? കുറഞ്ഞ പക്ഷം ഇത്രയും വലിയൊരു വീട് അവൻ എന്തിനാ കിട്ടിയതെന്ന് പോലും അവൻ ഓർക്കേണ്ടതല്ലേ? അതുകൊണ്ടാ നമ്മുടെ എല്ലാവരുടെയും ഫോട്ടോ ഈ വീട് മുഴുവൻ നിറച്ചു വെച്ചിരിക്കുന്നു. സീതമ്മ, ഞാൻ അയാളുടെ മുഖം കണ്ടതേ ഇല്ല. അയാൾ ഹെൽമറ്റും മാസ്കും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് 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 ഹെൽപ്പ് 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 എന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷെ അവരെന്റെ വായ പൊത്തിച്ചു സീതമ്മ. ഞാൻ വല്ലാതെ പേടിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ എന്നെ ഇവിടെ ഇറക്കിയിട്ട് പോയി. ക്വൈറ്റ് സ്ട്രേഞ്ച് അല്ലേ? കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ ഇറക്കിയിട്ട് പോയത്? പക്ഷെ അവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെ കുറച്ചു നേരം ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി വേണമെന്ന് വെച്ചിട്ട് ചെയ്താണോന്ന്. എനിവേസ്, ബട്ട് വി ഹാവ് ടു ബി കെയർഫുൾ. സീത, യു ഡോണ്ട് ഹാവ് ടു വറി. അവൻ ആരാണ് എന്താണെന്ന് ഞാൻ ട്രേസ് ചെയ്തോളാം. ഹേടാ, നമ്മുടെ ഓഫീസ് ബിൽഡിങ്ങിന് പുറകിലുള്ള, അതുപോലെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലെ ഓഫീസിലെ CCTV ഫുട്ടേജസ് ചോദിച്ചിരുന്നു. അതെന്തായെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. Everything is okay. Please have a seat. ഫ്രണ്ട്, സീതമ്മ കിട്ടിയതാ. Yeah. അങ്ങനെയാണെങ്കിൽ സീതമ്മ, എന്റെ ഫ്രണ്ടിനോടുള്ള ദേഷ്യമൊക്കെ തീർന്നില്ലേ? പറയൂ സീതമ്മ, എന്റെ ഫ്രണ്ടിനെ കാണുമ്പോ പാവം തോന്നുന്നുണ്ടോ? ടൂ ആയാ സേ ആയേ പറ്റൂ. അതാ റൂള്. പറ സീതമ്മ. ഇറ്റ്സ് ഓക്കെ സീമോളെ. സീതമ്മ മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ചില കാര്യങ്ങൾ വാക്കുകൾ കൊണ്ട് പറയണമെന്ന് ഒരു നിർബന്ധമില്ല. കണ്ണുകളെല്ലാം പറയും. എനിക്കത് മനസ്സിലാവും. ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വന്നത് എന്തിനാന്ന് പറഞ്ഞു കൊടുക്ക
സീതമ്മ. ഈ ഡ്രോയിങ്ങോ? ഇതെന്തിനാ താൻ ഇളക്കിയെടുത്തേ? ഇത് പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വീട് ഒരാള് ലേലത്തിനെടുത്തിരുന്നു. ഞങ്ങൾ അതേ വീട്ടില് വാടകയടച്ച് നിന്നാ മതിയെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഓ അതെയോ, നൈസ്. ഈ ഡ്രോയിങ് എപ്പോഴെങ്കിലും ഇളക്കിയെടുത്താ നിങ്ങളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതുകൊണ്ടാ കൊണ്ടുവന്നത്. ഓ ഫൈനലി നിങ്ങൾക്കിനി ആ വീട്ടിൽ തന്നെ താമസിക്കാലോ അല്ലേ? ഐ എം വെരി ഹാപ്പി. ആ വീട്ടിൽ ഞങ്ങൾ നിൽക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കഷ്ടപ്പെട്ടതാ. അവസാനം ഞാൻ വിശ്വസിക്കുന്ന രാമ, ഐ മീൻ ഭഗവാൻ രാമൻ എനിക്ക് വലിയൊരു സഹായമാ ചെയ്തത്. ഇനിയിപ്പോ ഈ വീട് നോക്കലും ചേഞ്ച് ആവലും ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് സമാധാനമായിട്ട് ആ വീട്ടിൽ താമസിക്കാം. സീതമ്മ, സോ ഇപ്പോ സേ അല്ലേ? അറ്റ്ലീസ്റ്റ് സിക്ക് വേണ്ടെങ്കിലും പറ. 2 ഒക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ബാക്കി സേ അല്ലേ? പക്ഷേ നിങ്ങൾ ബോസ്, ഞാൻ എംപ്ലോയി. ഈ റൂള് ഒരിക്കലും ചേഞ്ച് ആവില്ല. ഇത് നിങ്ങൾ സിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതെന്നെ റിക്വസ്റ്റാ. ഫൈൻ. ഓഫീസിലുള്ളപ്പോ എനിക്കും തനിക്കും ഈ റൂൾസ് നോ പ്രോബ്ലം. പക്ഷെ 1 കണ്ടീഷൻ. ഈ റൂൾസ് എനിക്കും സിഹിക്കുള്ള ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഒരിക്കലും അപ്ലൈ ആവില്ല. ആൻഡ് 1 more thing. താൻ എന്നെയും സിഹയും പഴയ പോലെ തന്നെ ഫ്രണ്ട്സ് ആവാൻ സമ്മതിക്കണം. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. താങ്ക്സ്. സിഹി ബാ. താങ്ക് യു സീതമ്മ. ബൈ പൊന്നെ. ബൈ. എടാ, എന്തൊക്കെയായാലും ഈ ആക്സിഡന്റ് ഒരു വിധത്തില് നിനക്ക് ഫേവർ ഉള്ളായിരുന്നു അല്ലേ? സത്യമാടാ. ആക്ച്വലി ഇന്ന് സീത എന്നോട് കാണിച്ച കെയർ ഉണ്ടല്ലോ, ഇറ്റ്സ് മെയ്ഡ് മൈ ഡേ. നിനക്കൊരു കാര്യം അറിയോ? ഞങ്ങൾക്ക് 2 പേർക്ക് ഇടയിലുണ്ടായിരുന്നൊരു വൻമതിൽ പൊളിഞ്ഞു. ഷീ സ്മൈലിംഗ് വിത്ത് മീ നൗ. കൺഗ്രാറ്റുലേഷൻസ് എടാ, കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ സ്മൈൽ. പക്ഷേ ശ്രമങ്ങൾ ഇവിടെ നിർത്തരുത്. ചുവടുകൾ മുന്നോട്ട് വച്ചേ പറ്റൂ. ഏയ് എടാ, ഉണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ക്ലിയർ ആവാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത്ര നാളും കാത്തിരുന്നേ. അത് ക്ലിയർ ആയില്ലേ? ബാക്കിയൊക്കെ സമാധാനത്തിൽ ആലോചിക്കാം. ഹായ്, ഇവൻ ഇനിയും ആലോചിച്ചുകൊണ്ടേയിരിക്കും. അയ്യോ ഭഗവാനെ, എത്രയും പെട്ടെന്ന് ഇവരുടെ 2 പേരുടെയും അൺകണ്ടീഷണൽ ലവ് സ്റ്റാർട്ട് ആവണേന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്ലീസ് ദൈവമേ, വേഗം സ്റ്റാർട്ടാക്ക്. എടാ, ഓൾ ദ ബെസ്റ്റ്. സോറിടാ, സോറി. എടാ, ലക്ക് വിളിക്കുന്നുണ്ട്, ചെല്ല്. പോയിട്ട് വാടാ. എന്താ കാര്യം ചോദിച്ചിട്ട് വരാം. ഹായ് മൈ ഫ്രണ്ട്സ്. ഹലോ, ഹൗ മേ ഐ ഹെൽപ്പ് യു? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണോന്ന്? അത് പിന്നെ എനിക്കെല്ലാം മനസ്സിലാവും. ഒരു 5 മിനിറ്റ് സമയമുണ്ടോ എനിക്ക് സംസാരിക്കാനാ? ഓക്കേ, ഉറപ്പായും. നീ പറഞ്ഞ വേറെ വഴിയില്ലല്ലോ. ഇല്ലെന്ന് പറയാൻ കഴിയില്ല. ഉറപ്പായും സംസാരിക്കാം. നീ നിന്നോട് തന്നെ ചോദിക്ക സാധന, നീ ഈ വീട്ടിലെ ആരാ? എല്ലാവർക്കും വച്ച് വിളമ്പി കൊടുക്കാനുള്ളവളാ?
കുറച്ച് വർഷങ്ങളും കൂടി കഴിഞ്ഞാലും നിന്റെ സ്ഥാനം ഇത് തന്നെ, അങ്ങ് അടുക്കളയില്. സാധന, ടീ റെഡിയായോ? ആ ചേച്ചി. അച്ഛനും കൊണ്ടുപോയി കൊടുക്ക്. ഭാർഗവി, നിന്റെ വാക്കുകൾ ആ മനസ്സിൽ തറച്ചിട്ടുണ്ട്. പകല് തൊട്ടെരിയുന്ന സൂര്യൻ താനേ താഴും, വീണ്ടും മറ്റൊരു പുലരിയിൽ വീണ്ടും ഉദിക്കാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരു ആയുസ് മുഴുവൻ കത്തിയെരിഞ്ഞ് അവസാനം സൂര്യന് എരിഞ്ഞ് തീരുമത്രേ. അച്ഛാ, ചായ. താങ്ക്സ് മോളെ. ഇതുവരെ ടീ വരാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പോവായിരുന്നു, അപ്പോഴേക്കും വന്നു. താങ്ക്സ് അടാ. സാധന, എന്തു പറ്റി അച്ഛാ? എന്താ മോളെ, ഞാനൊരല്പം പോലും പഞ്ചസാര ഉപയോഗിക്കില്ലല്ലോ. ആ പാത്രത്തിലെ പഞ്ചസാര മുഴുവൻ എടുത്തിട്ട്, ഓ, നിനക്കിത് എന്തു പറ്റി? അച്ഛാ, അത് ഭാർഗവി, പാചകം ചെയ്യാൻ ഇവിടെ കുറെ ആളുകളുള്ളതല്ലേ, അവർ ചെയ്യുന്നതല്ലേ നല്ലത്. ഇതിനൊക്കെ കണ്ണ് നിറഞ്ഞാൽ എങ്ങനെയാ? ആ ഇടയ്ക്കൊക്കെ ഇങ്ങനൊക്കെ സംഭവിക്കുന്നേ. അതിന് നീ എന്തിനാ വിഷമിക്കുന്നേ? നീ പെട്ടെന്ന് എന്ന് അച്ഛനൊരു ചായം കൂടെ ഉണ്ടാക്കി കൊടുക്ക്. ഏട്ടാ, നിങ്ങൾക്ക് ശരിക്കും എന്നോട് ഈ പറയുന്ന സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ സമാധാനിപ്പിക്കണം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സ്നേഹം കാണിക്കണം. ഇങ്ങനെ രഹസ്യം പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതും സ്നേഹിച്ചതും ഒക്കെ മതി. അല്ല, അതിനിപ്പോ എന്താ ഉണ്ടായത് ഇവിടെ? നമ്മുടെ അവസ്ഥ എത്ര മോശമാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടോ? അല്ല, ഇവക്കിത് എന്തു പറ്റി? അല്ല, എന്റെ സ്നേഹങ്ങൾക്ക് തെറ്റായ രീതിയിലാണോ തോന്നുന്നത്? ചേച്ചി, ഞാൻ വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതല്ലേ ചേച്ചി. എനിക്കറിയാം സാധന, ഇങ്ങനെയൊക്കെ സംഭവിക്കും. നീ വെറുതെ വിഷമിക്കണ്ട. ചെല്ല്, അച്ഛന് നീ തന്നെ ഒരു ചായ ഇട്ട് കൊടുക്ക. എത്രയൊക്കെ നേടിയാലും ഈ ഭൂമിയിൽ അവള് പുതിയ ഏതോ ഡിഷ് തയ്യാറാക്കുമായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് അവൾ അറിയാതെ ഇതിൽ മധുരം ഇട്ടത് അച്ഛാ. അച്ഛന് ഞാൻ വേറെ ചായ എടുത്തോണ്ട് വരാം. ശരി മോളെ. അച്ഛ, പിന്നെ അശോകിന്റെ വീടെല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നീ മുന്നിൽ നിന്ന് ചെയ്യാന്ന് പറഞ്ഞ റെഡിയായ പോലെയല്ലേ. വായുടെ രുചിയൊക്കെ പോയി മോളെ, കുറച്ച് നല്ല ചായ എടുത്തോ. സാധന ചേച്ചി, ടീ റെഡിയായോ? സാധന, നിന്റെ കണ്ണ് നിറയുമ്പോഴേ എനിക്ക് നല്ലത് സംഭവിക്കും. ഐ എം സോറി സാധന. ഹെൽത്ത് നമ്പർ 1, എന്റെ ഫ്രണ്ടുമായിട്ട് സീതമ്മ 2 ആയത് ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോ എന്റെ ഫ്രണ്ടുമായിട്ട് എപ്പോ വേണമെങ്കിലും സംസാരിക്കാൻ പറ്റണം. സീതമ്മ എന്നെ വഴക്ക് പറയരുത്. ഓക്കേ, നെക്സ്റ്റ്. ഹെൽത്ത് നമ്പർ 2, ഇത് നീ ശ്രദ്ധിച്ച് കേൾക്കണം, ഇമ്പോർട്ടന്റാ. ഓക്കെ മാഡം.
എനിക്ക് തോന്നുമ്പോ ഒക്കെ എന്റെ ഫ്രണ്ടിന് ടിഫിൻ കൊടുത്ത് വിടണം. എത്ര ദിവസമായെന്നറിയോ എന്റെ ഫ്രണ്ടിന് ഞാൻ ടിഫിനൊക്കെ കൊടുത്ത് വിട്ടിട്ട്. ശരി ശരി, എന്നിട്ട്? പിന്നെ അവൻ എന്റെ വീട്ടിലേക്ക് വരണം, അവൻ എന്റെ കൂടെ കളിക്കാൻ കൂടണം, ഡ്രോയിങ് ചെയ്യണം, പിന്നെ പാലസ് ഉണ്ടാക്കി തരണം. എന്റെ ഫ്രണ്ട് എത്ര നന്നായിട്ട് പാലസ് ഉണ്ടാക്കുമെന്ന് അറിയോ? ആണോ? എനിക്കറിയില്ലായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് നിനക്ക് ഇതുവരെ ഒരു പാലസേ ഉണ്ടാക്കി തന്നിട്ടില്ലേ? ഓഹോ, അവൻ എപ്പോഴും സിഹിയെ മാത്രം മതി. നീയാണ് അത്ര അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ആണോ? അതുപോട്ടെ, നിന്റെ ലിസ്റ്റ് തീർന്നോ? ഇല്ല, ഇനിയുണ്ട്. എനിക്കും എന്റെ ഫ്രണ്ടിനും സീതമ്മയ്ക്കും പുറത്തു പോയി കറങ്ങാൻ പറ്റണം. ഞങ്ങളെ എന്റെ ഫ്രണ്ട് ഹെലികോപ്റ്ററിൽ കറങ്ങാൻ കൊണ്ടുപോകണം. ഹെലികോപ്റ്റർ അല്ല, പുഷ്പക വിമാനത്തിൽ നിങ്ങൾ കൊണ്ടുപോകും. പുഷ്പക വിമാനം എന്ന് വെച്ചാ എന്താ? അതെ, ഹെലികോപ്റ്ററിലേക്കാൾ വലുതാണോ? ആ, അത് രാവണന്റെ വാഹനമായിരുന്നു. രാവണൻ പക്ഷെ ചീത്തയാളല്ലേ? എന്റെ ഫ്രണ്ട് റാം നല്ലവനാ. ഓ യെസ് യെസ്, സോറി സോറി. മേ ഐ കം ഇൻ സർ? യെസ് പ്ലീസ്. സർ, നേരത്തെ അർജൻസിയിൽ ശ്രദ്ധിച്ചില്ല. എന്റെ ഷോള് കീറിയിട്ടാ ഞാൻ ബാൻഡേജ് പോലെ കെട്ടിത്തന്നത്. ക്ലീൻ ആക്കി ഫസ്റ്റ് എയ്ഡ് എടുത്തോളൂ സർ. ഇറ്റ്സ് ഓക്കെ. ശരിക്കും പറഞ്ഞത് കൊള്ളാം. അതല്ല, ഡെറ്റോളോ ഓയിൻമെന്റോ പുരട്ടിയാ വേഗം ക്യൂർ ആവുമല്ലോ. ഇറ്റ്സ് ഓക്കെ സീത, താങ്ക് യു സോ മച്ച് ഫോർ അണ്ടർസ്റ്റാൻഡിങ് മീ. അറ്റ്ലീസ്റ്റ് എന്നോട് ഇപ്പോഴും ഒരു ദേഷ്യമില്ലല്ലോ അല്ലേ? ദേഷ്യം അല്ലെങ്കിലും ഉണ്ടായിരുന്നില്ല സർ. പിന്നെ നമുക്കിടയിൽ ഈ സാറുന്ന ഫോർമാലിറ്റീസ് ഒക്കെ എന്തിനാ? ഞാനിത് അന്നേ പറഞ്ഞില്ലേ, ഇത് ഓഫീസ്, നിങ്ങൾ എന്റെ ബോസ്, ഞാൻ നിങ്ങളുടെ എംപ്ലോയി. അപ്പോ സാറെന്ന് വിളിച്ചല്ലേ പറ്റൂ. കറക്റ്റ്. പക്ഷേ ഇപ്പോ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോഴും ഇത് ഓഫീസ് തന്നെയല്ലേ? Such a tough lady. എങ്ങനെ ഞാൻ ഇവളെ എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? സത്യം പറഞ്ഞ ഈ മുറിവ് എന്നെ ശരിക്കും വേദനിപ്പിച്ചേ ഇല്ല.